കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ഫ്രാങ്കോ മുളയ്ക്കൽ പാലാ സബ് ജയിലിൽ കോടതി റിമാൻഡ് ചെയ്തത് ഒക്ടോബർ 6 വരെ. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പാലാ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതി ഫ്രാങ്കോ മുളയ്ക്കലിനെ ഒക്ടോബർ 6 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് മജിസ്ട്രേറ്റിനോട് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അഭിഭാഷകൻ അറിയിച്ചു. കുറവിലങ്ങാട് മഠത്തിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് അന്വേഷണ സംഘം ബിഷപ്പിന്റെ ക്രീം കളർ പൈജാമയും ഷർട്ടും കസ്റ്റഡിയിലെടുത്തു. ഇത് നിയമവിരുദ്ധമാണെന്നാണ് ഫ്രാങ്കോയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങളാണ് പോലീസ് സ്വീകരിച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അടുത്ത മാസം 6 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടത്. കോടതി നടപടികൾ പൂർത്തിയായ ശേഷം വൈദ്യപരിശോധനയും പൂർത്തിയാക്കി ഫ്രാങ്കോ മുളയ്ക്കലിനെ സുരക്ഷാ വലയം തീർത്ത് പോലീസ് പാലാ സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. കേസിന്റെ തുടക്കം മുതൽ പഴുതടച്ചുള്ള പോലീസിന്റെ അന്വേഷണമാണ് ഫ്രാങ്കോയെ ജയിലിനുള്ളിലാക്കിയത്. ഇതോടെ ബിഷപ്പും പോലീസും ഒത്തുകളിക്കുന്നുവെന്ന ആരോപണമാണ് പൊളിഞ്ഞത്. ക്യാമറാമാൻ സംജിത് അർപ്പുക്കരയോടൊപ്പം പാലായിലെ സബ് ജയിലിന് മുന്നിൽ നിന്നും TP പ്രശാന്ത്. കന്യാസ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന ബിഷപ്പ് ഫ്രാങ്കോ സമർപ്പിച്ച ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് ഹർജിയിലെ പ്രധാന വാദം. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഫ്രാങ്കോ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് മറ്റൊരു ഹർജി പരിഗണിക്കവേ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ജാമ്യാപേക്ഷ പാലാ മജിസ്ട്രേറ്റ് കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ജാമ്യ ഹർജിയുമായി ബിഷപ്പ് രാവിലെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിച്ചെങ്കിലും സർക്കാരിന്റെ നിലപാടറിയിക്കാൻ നിർദ്ദേശിച്ച് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് ജാമ്യ ഹർജിയിൽ ആരോപിച്ചു. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി തടവിൽ പാർപ്പിക്കേണ്ട കാര്യമില്ല. ആരോഗ്യം മോശമായതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും ഹർജിയിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിനിടെ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് 3 പൊതുതാൽപര്യ ഹർജികൾ തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പിൻവലിച്ചില്ലെങ്കിൽ ഹർജി തള്ളുമെന്ന് കോടതി ഹർജിക്കാരന്റെ അഭിഭാഷകനെ അറിയിച്ചു. ഹർജികൾക്ക് പിന്നിൽ മറ്റെന്തോ താൽപ്പര്യങ്ങളുണ്ടെന്നും കോടതി വിലയിരുത്തി. പോലീസിനെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ അനുവദിക്കൂവെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഹർജിക്കാരോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അറസ്റ്റിലായ ബിഷപ്പിനെ പരോക്ഷമായി പിന്തുണച്ചും കന്യാസ്ത്രീകളുടെ സമരത്തെ തള്ളിപ്പറഞ്ഞും KCBC. കന്യാസ്ത്രീകൾ നടത്തിയ സമരം ക്രൈസ്തവ മൂല്യങ്ങൾക്കും കത്തോലിക്ക സഭയുടെ ഉത്തമ താൽപര്യങ്ങൾക്കും എതിരെന്ന് KCBCയുടെ വാർത്താക്കുറിപ്പ്. അതേസമയം ബിഷപ്പിന്റെ അറസ്റ്റ് വേദനാജനകമെന്നും സഭയെ കരുതിക്കൂട്ടി അവഹേളിക്കാൻ ഗൂഢാലോചന നടക്കുന്നതായും KCBC പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ സാഹചര്യത്തിലാണ് ബിഷപ്പിന് പരോക്ഷ പിന്തുണയുമായി KCBC വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. എന്ത് കാരണത്തിന്റെ പേരിലായാലും ചില വൈദികരും കന്യാസ്ത്രീകളും ചേർന്ന് സഭാധികാരികളെയും കൂദാശകളെയും അവഹേളിക്കാൻ ശത്രുക്കൾക്ക് അവസരം നൽകുകയായിരുന്നുവെന്ന് KCBC വ്യക്തമാക്കുന്നു. കന്യാസ്ത്രീകൾ വഴിവക്കിൽ സമരം ചെയ്തത് സഭയെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിച്ചു. സമരം ക്രൈസ്തവ മൂല്യോലിക സഭയുടെ ഉത്തമ താൽപ്പര്യങ്ങൾക്കും എതിരാണ്. അതേസമയം ബിഷപ്പിന്റെ അറസ്റ്റ് വേദനാജനകമാണെന്ന് KCBC പറയുന്നു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ ഇടയായതിൽ സഭ ഖേദിക്കുന്നു. കേസിന്റെ വിചാരണയും തുടർ നടപടികളും സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകാതെ നടക്കണം. കുറ്റാരോപിതന് നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകണം. പരാതിക്കാരിയുടെയും ബിഷപ്പിന്റെയും അന്തസ്സിനെ അവഹേളിക്കുന്നതിന് ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. നിഗൂഢ ലക്ഷ്യമുള്ള മാധ്യമപ്രവർത്തകരും സഭയ്ക്കുള്ളിലെ അസംതൃപ്തരുമാണ് ഇതിനു പിന്നിൽ. കന്യാസ്ത്രീയുടെ പരാതിയിൽ സഭ ന്യായമായ സമയത്തിനുള്ളിൽ ഉചിതമായ നടപടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു മാധ്യമപ്രവർത്തകനെതിരെ പീഡനാരോപണം ഉയർന്നപ്പോൾ മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം ആരും ആക്ഷേപിച്ചില്ല. അതുപോലെ ഒരു മന്ത്രിക്കെതിരെയും ജഡ്ജിക്കെതിരെയും ആരോപണം വന്നപ്പോഴും അവരെ മാത്രമാണ് കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഒരു ബിഷപ്പിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ സഭയെ ഒന്നടങ്കം അവഹേളിക്കുന്നത് അനീതിയാണെന്നും KCBC പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മറ്റൊരു വാർത്തയിലേക്ക്. ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി പ്രയാണത്തിനിടെ അപകടത്തിൽപ്പെട്ട മലയാളി നാവികൻ കമാൻഡർ അഭിലാഷ് ടോമിയെ രക്ഷിച്ചു. ഫ്രഞ്ച് മത്സ്യബന്ധന കപ്പലായ ഒസീരിസാണ് അഭിലാഷിനെ രക്ഷിച്ചത്. അദ്ദേഹത്തെ സമീപത്തെ ആംസ്റ്റർഡാം ദ്വീപിലെത്തി ചികിത്സിക്കും. അഭിലാഷ് സുബോധത്തിലാണെന്നും സംസാരിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ നാവികസേന അറിയിച്ചു. 3 ദിവസത്തിനു ശേഷം 2.25 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിൽ സ്ട്രെച്ചറിലാണ് അഭിലാഷിനെ ബോട്ടിൽ നിന്ന് കപ്പലിലേക്ക് മാറ്റിയത്. 15 മുതൽ 20 വരെ നോട്ടിക്കൽ മൈൽ വേഗതയിൽ ആഞ്ഞടിക്കുന്ന കാറ്റിലും 5 അടിയിലേറെ ഉയർന്ന തിരമാലകൾക്കിടയിൽ നിന്നുമാണ് അതിസാഹസികമായി ഒസിരീസ് ഫ്രഞ്ച് മത്സ്യബന്ധനയാനം അഭിലാഷിനെ രക്ഷിച്ചെടുത്തത്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന തുരിയ ബോട്ട് പലപ്പോഴും 360 ഡിഗ്രിയിലേറെ വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു. ശരീരം അനക്കാൻ കഴിയാത്ത വിധത്തിൽ ബോട്ടിനകത്ത് കിടന്ന അഭിലാഷിനെ സ്ട്രക്ചറിൽ കപ്പലിലേക്ക് മാറ്റി. ഓസ്ട്രേലിയൻ സമയം പുലർച്ചെ 5:30 ആരംഭിച്ച രക്ഷാപ്രവർത്തനം 7:51 പൂർത്തിയായതായി ഗോൾഡൻ ഗ്ലോബ് അധികൃതർ അറിയിച്ചു. രക്ഷാപ്രവർത്തന സമയത്ത് ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും ദീർഘദൂര വിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറന്നു. അഭിലാഷ് സുബോധത്തിലാണെന്നും അദ്ദേഹം സംസാരിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ നേവി അറിയിച്ചു.
സമീപത്തുള്ള ഇലെ ആംസ്റ്റർഡാം ദ്വീപിലേക്ക് മാറ്റുന്ന അഭിലാഷിന് വിദഗ്ധ ചികിത്സ നൽകും. അതിനുശേഷം തുടർ ചികിത്സയ്ക്കായി അഭിലാഷ് ടോമിനെ ഇന്ത്യൻ പടക്കപ്പലായ INS സത്പുരയിൽ മൗറീഷ്യസിലേക്ക് മാറ്റുമെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. ജൂലൈ 1 ആരംഭിച്ച സമുദ്രയാത്രയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അഭിലാഷ് ടോമിന്റെ ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സാഹസികതയ്ക്കൊപ്പം അപകടവും പ്രതീക്ഷിച്ചിരുന്നുവെന്ന അഭിലാഷ് ടോമിന്റെ പിതാവ് വിസി ടോമി അഭിലാഷിനെ സ്വപ്നങ്ങളിൽ നിന്ന് വിലക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അഭിലാഷിനെ രക്ഷപ്പെടുത്തിയെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനും വൈഫും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇവൻ ഇന്നലെ തുടങ്ങിയതല്ല. ഇവൻ ചെറുപ്പം 2-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ട് കടലിൽ പോയിട്ട് ചാടിക്കൊണ്ട് അങ്ങനെ വളർന്നു വന്നവനാണ്. അഭിലാഷ് ആദ്യം മുതൽ തന്നെ സാഹസികതയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന സാക്ഷ്യപ്പെടുത്തൽ കൂടിയായിരുന്നു അഭിലാഷിന്റെ പിതാവിന്റെ പ്രതികരണം. പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ മലയാളി കൂടിയാണ് അഭിലാഷ് ടോമി എന്ന നാവികൻ. അഭിലാഷിനെ രക്ഷപ്പെടുത്തിയ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദിയുണ്ടെന്നും ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ അധികൃതർ തീരുമാനിക്കട്ടെ എന്നും അഭിലാഷിന്റെ പിതാവ് മുൻ ലഫ്റ്റനന്റ് കമാൻഡർ വിസി ടോമി പറഞ്ഞു. ഈ റേസിന്റെ ഓർഗനൈസേഴ്സ് ഉള്ളിടത്തോളം കാലം നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും ഓസ്ട്രേലിയ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അവിടെ പോയി അവനെ കാണും. ആംസ്റ്റർഡാം ദ്വീപിലേക്കാണ് അഭിലാഷ് ടോമിയെ എത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഭിലാഷ് ടോമിയെ രക്ഷപ്പെടുത്താനായെന്നും ഫ്രഞ്ച് കപ്പലായ ഒസീരിസിലേക്ക് മാറ്റിയെന്നും കൊച്ചി ദക്ഷിണ നാവികസേനാ വക്താവ് ശ്രീധർ വാര്യർ മാധ്യമങ്ങളെ അറിയിച്ചു. ഓസ്ട്രേലിയൻ മെഡിക്കൽ സംഘം കൂടി എത്തിച്ചേർന്ന ശേഷമേ ആരോഗ്യസ്ഥിതിയെപ്പറ്റിയും മറ്റും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും അദ്ദേഹം പ്രതികരിച്ചു. കിട്ടിയ വിവരപ്രകാരം അദ്ദേഹത്തിനെ നമ്മൾ ഒസീരീസ് ഫിഷറീസ് വെസലിലേക്ക് മാറ്റാൻ സാധിച്ചു എന്നാണ്. അദ്ദേഹത്തിന് ബോധമുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ അവിടുത്തെ മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷവും പിന്നെ ഓസ്ട്രേലിയൻ വാർഷിപ്പ് വന്നതിന് ശേഷമാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. തൽക്കാലം ഉള്ള ശുഭാപ്തി വിവരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആളെ സേഫായിട്ട് നമുക്ക് പായ്വഞ്ചിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഫിഷറീസ് വെസലിലേക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടെന്നാണ്. എങ്ങനെ രക്ഷപ്പെടുത്ത എത്ര മണിക്കൂർ? അതൊരു ജെമിനി പറഞ്ഞ ബോട്ട് കൂടെ കാലാവസ്ഥ കുറച്ച് ദൈവം സഹായിച്ച് അനുകൂലമായിരുന്നു. എന്താണ് വേവ് ഹൈറ്റ് 1-2 മീറ്ററായിട്ട് കുറഞ്ഞു. അതേമാതിരി വിൻഡ് സ്പീഡും 10-15 നോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജെമിനി എന്ന് പറഞ്ഞൊരു ഇൻഫ്ലേറ്റബിൾ ബോട്ട് വഴിയാണ് ഓറഞ്ച് സ്ട്രെച്ചറും ഉണ്ടായിരുന്നു. ആ സ്ട്രെച്ചറിലാണ് അദ്ദേഹത്തിനെ ജെമിനി ബോട്ടിലേക്ക് ആദ്യം മാറ്റി. എന്നിട്ട് ജെമിനി ബോട്ട് ഒസീരീസ് പറഞ്ഞ ഫിഷിംഗ് വെസലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അവർ സുഖം പ്രാപിക്കുന്നു ഒസീരീസ് ഫിഷിംഗ് വെസലിലേക്ക്. ബാക്കി മെഡിക്കൽ സിറ്റുവേഷൻ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. തൽക്കാലം ബോധമുണ്ട് എന്ന് മാത്രം പറയാം. ഇനി എങ്ങോട്ടേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും പറഞ്ഞില്ലേ? അത് ഇപ്പോൾ തൽക്കാലം അവർ പോണത് ആ ഒസീരീസ് വെസൽ ഒരു രണ്ടാമത്തെ ഒരു പാർട്ടിസിപ്പൻറ്റ് കൂടെ ഉണ്ട്, മിസ്റ്റർ ഗ്രെഗർ. അദ്ദേഹത്തിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. അത്ര തന്നെ ഗുരുതരമല്ലെങ്കിലും അദ്ദേഹം പിൻവലിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിനും കൂടിയും അവിടുന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഓസ്ട്രേലിയൻ വാർഷിപ്പ് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരെത്തിക്കഴിഞ്ഞാൽ എന്താണ് കമാൻഡർ അഭിലാഷ് ടോമിനെ അവർ എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട ചികിത്സ ശുശ്രൂഷ കൊടുക്കുന്നതായിരിക്കും. ധനുവച്ചപുരം NSS കോളേജിലെ അധ്യാപികമാർക്കെതിരെ വിവാദ പരാമർശവുമായി BJP ജില്ലാ പ്രസിഡന്റ്. കോളേജിലെ അധ്യാപികമാർ വെപ്പാട്ടികളെന്ന് BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് S. സുരേഷ്. കോളേജ് പ്രിൻസിപ്പലിനെ കൈകാര്യം ചെയ്യുമെന്നും S. സുരേഷ് പറഞ്ഞു. നെയ്യാറ്റിൻകര DYSPക്കെതിരെയും സുരേഷിന്റെ അശ്ലീല പരാമർശം. പാറശാല ധനുവച്ചപുരത്ത് നടത്തിയ പ്രസംഗത്തിലാണ് BJP ജില്ലാ അധ്യക്ഷന്റെ സാംസ്കാരിക വിരുദ്ധമായ പരാമർശം ഉണ്ടായത്. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് BJP സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിലാണ് BJP ജില്ലാ പ്രസിഡന്റ് S. സുരേഷ് അധ്യാപികമാരെ വെപ്പാട്ടികളെന്ന് വിളിച്ചത്. ആ പ്രിൻസിപ്പാളിനോടും അയാളുടെ ശിങ്കടിയായിട്ടുള്ള സഖാവ് പ്രമോദ് എന്ന് പറയുന്ന മറ്റൊരു അധ്യാപകരോടും അവരുടെയൊക്കെ വെപ്പാട്ടിമാരായിട്ടുള്ള 2-3 ടീച്ചർമാരുണ്ട് ഈ VTM NSS കോളേജിൽ. അവരുടെയൊക്കെ വെപ്പാട്ടിമാരായിട്ടുള്ള 2-3 ടീച്ചർമാരുണ്ട് ഈ VTM NSS കോളേജിൽ. ഈ പ്രൊഫസർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിനക്കുമൊക്കെയുണ്ട് കുഞ്ഞുങ്ങളെന്നോ നീയൊക്കെ ഈ വൈദിക വേളയെ ഞാൻ ഓർക്കുന്നത് നിനക്കൊക്കെ നിന്റെയും നിന്റെ കുടുംബത്തിലും നല്ലതായിരിക്കുമെന്നാണ് ഈ നാടകം മാനവുമില്ലാത്ത പ്രൊഫസർമാരോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ധനുവച്ചപുരത്തെ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വീട്ടിൽ റീത്ത് വെച്ച സംഭവത്തിൽ BJPക്കാരായ പ്രതികളെ പിടികൂടിയതിനെതിരായിട്ടാണ് പ്രതിഷേധ യോഗം ചേർന്നത്. അന്വേഷണത്തിന് നേതൃത്വം നൽകിയ DYSP ഹരികുമാറിനെതിരെ അശ്ലീല ചുവയോടെ സുരേഷ് ആഞ്ഞടിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ DYSPയോട് പറയുന്നു, താങ്കളുടെ ചിന്ന വീടുകളിലെ ഒളിജീവിതം അത് പുറത്തു വരുത്തിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. കോളേജ് പ്രിൻസിപ്പാളിനെ തെരുവിൽ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് സുരേഷ് ഓർമ്മിപ്പിച്ചു. ഒരു മാർക്സിസ്റ്റ് ഗുണ്ടയെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഒരു ഗുരുനാഥനെ കൈകാര്യം ചെയ്യേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടാക്കരുത് എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന.
ഞങ്ങളുടെ പ്രാർത്ഥന. ABVPക്ക് പരമ്പരാഗതമായി വലിയ സ്വാധീനമുള്ള കലാലയമാണ് ധനുവച്ചപുരം VTM NSS കോളേജ്. അധ്യാപികമാരെ വെപ്പാട്ടിമാരെന്ന് വിളിച്ച സുരേഷിനെതിരെ പരാതി നൽകുന്ന കാര്യം മാനേജ്മെന്റുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് അധ്യാപകർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഡ്വക്കേറ്റ് സുരേഷ് കുമാറിന് പിന്നാലെ ധനുവച്ചപുരം VTM NSS കോളേജ് പ്രിൻസിപ്പലിന് നേരെയും RSS ഭീഷണി. RSS വിഭാഗ് കാര്യ സദസ്യൻ പത്മകുമാറാണ് ഭീഷണി മുഴക്കിയത്. സുരേഷിനെതിരെ കേസ് കൊടുക്കുമെന്നാണ് ഇപ്പോ നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞു. അതിങ്ങനെ TV-യിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്റെ പേരിലൂടെ ഒരു കേസ് അങ്ങ് കൊടുക്കണം. കാരണം എന്റെ പേരിലൂടെ ഒന്ന് കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ വെറുതെ ഒന്നും പറയില്ല. മോഹനൻ നായരോട് പറയുകയാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ സാധിച്ചില്ല എങ്കിൽ കഴിഞ്ഞ വർഷം 76 പേരെയാണ് നിങ്ങൾ സസ്പെൻഡ് ചെയ്തത്. ഈ കലാലയ വർഷത്തിൽ നിങ്ങൾ 7 or 8 പേരെ സസ്പെൻഡ് ചെയ്തു. നിങ്ങളുടെ മകൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ കുട്ടിയോട് ഞങ്ങളുടെ സഹോദരിയുടെ ഭാവത്തിൽ കണ്ടു പറഞ്ഞു, അച്ഛനെ ഒന്ന് ഉപദേശിക്കണം. മക്കൾക്കും സാധിക്കുമല്ലോ, അച്ഛൻ കാണിക്കുന്ന ചില തെറ്റുകൾ തിരുത്താൻ മക്കൾക്കും സാധിക്കും പറഞ്ഞു. പക്ഷെ മോഹനൻ നായർ തിരുത്തുന്നില്ല. മോഹനൻ നായരോട് എനിക്ക് പറയാനുള്ളത്, മോഹനൻ നായർ മകളെ ക്യാമ്പസിൽ അയച്ച് പഠിപ്പിക്കുന്ന എന്താ? അവിടെ പുരോഗതിക്ക് വേണ്ടിയിട്ടല്ലേ. ആ കുട്ടി നാളെ പരീക്ഷ എഴുതണ്ട എന്ന് ഞങ്ങൾ വിചാരിച്ചാൽ മോഹനൻ നായർ എന്ത് ചെയ്യും? ഒരു ചുക്കും ചെയ്യില്ല. കാരണം ഞങ്ങളാണ് കാസർഗോഡോ കാഞ്ഞങ്ങാടോ മൃഗീയ ഭൂരിപക്ഷമുള്ള പ്രസ്ഥാനങ്ങൾ. അതിൽ മോഹനൻ നായർക്ക് സംശയമുണ്ടോ? നിങ്ങളുടെ പ്രസ്ഥാനക്കാർ അവിടെ റെയിൽവേ സ്റ്റേഷനിലേ ഉള്ളൂ ഈ ചുവന്ന കൊടിയുമായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ മൃഗീയ ഭൂരിപക്ഷമുള്ള പ്രസ്ഥാനമാണ്. ABVP ആയാലും BJP ആയാലും സംഘപരിവാർ ആയാലും കാഞ്ഞങ്ങാടും കാസർഗോഡും മൃഗീയ ഭൂരിപക്ഷമാണ്. ഞങ്ങൾ അമ്മമാരെയും സഹോദരിമാരെയും ബഹുമാനിക്കുന്നത് കൊണ്ടും മോഹനൻ നായർക്കൊരു മകളായതുകൊണ്ടും ഞാൻ പറയുകയാണ്, ഈ കളി അവസാനിപ്പിക്കണം. മറ്റൊരു വാർത്ത കൂടി. തൃശൂരിൽ DYFI പ്രവർത്തകരെ RSSകാർ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വധശ്രമമെന്ന DYFI. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അഭിറാം ചേരുന്നുണ്ട്. ആ വാക്കുകളിലേക്ക്. രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞിരുമ്പോൾ വെച്ചിട്ട് അവിടുത്തെ സ്ഥിരം ക്രിമിനൽസായ RSSൻ്റെ കുറച്ച് പേര് വടിവാളം മറ്റു മാരകായുധങ്ങളുമായി ഞങ്ങളുടെ ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയുണ്ടായത്. പ്രദേശത്ത് സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത ഇതിലാണ്, ഒരു കാരണമില്ലാതെ പെട്ടെന്ന് നിന്നുള്ള ആക്രമണമായിരുന്നു. അതിൽ ഉണ്ടായിരുന്നത് അജിൽ, സജിത്ത്, അനീഷ്, ജിതിൻ, വിവേക്, അതുലെ, പിന്നെ കണ്ടാലറിയാത്ത 15ഓളം പേരുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് അഭിറാം ചേരുന്നുണ്ട്. അഭിറാം, സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം പൊതുവിൽ വളരെ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സംഘർഷ സാധ്യതകളൊന്നുമില്ലാത്ത സ്ഥലത്താണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് ഈ പരുക്കേറ്റ DYFI പ്രവർത്തകൻ തന്നെ പറയുന്നുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ പ്രദേശത്ത് നിലവിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും തന്നെ ഇല്ല. കരുതിക്കൂട്ടി രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കുക, ഈ പ്രദേശത്ത് സംഘർഷം എന്ന ഉദ്യോഗസ്ഥരാണ് RSS ഇപ്പോൾ ഈ പ്രദേശത്ത് അക്രമം അഴിച്ചുവിട്ടേക്കുന്നത്. തീർത്തും അത് കൊലപാതകം തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം ഈ പ്രവർത്തകരെ വടിവാളുമായിട്ട് കണ്ട് തലയ്ക്കാണ് ആദ്യം തന്നെ ആക്രമിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ ഇപ്പോൾ ചികിത്സിക്കുകയാണ്. നമ്മൾ നേരത്തെ പറയുന്നത് ഈ പ്രദേശത്ത് കാര്യമായി തന്നെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും നേരിടുന്നില്ല. ഈ പ്രദേശം RSSന്റെ ശക്തി മേഖലയാണ് എന്ന RSS അവകാശപ്പെടുന്ന മേഖലയാണ്. ഇവിടെ നിരന്തരം ഇത്തരത്തിൽ DYFI പ്രവർത്തകരടക്കം നിരന്തരം ആക്രമിക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശം. ഈ 2 DYFI പ്രവർത്തകരും, അതായത് അക്രമത്തിൽ പരിക്കേറ്റ ഈ 2 DYFI പ്രവർത്തകരും, അത് ഒരാൾ DYFI വടക്കോട് മേഖല സെക്രട്ടറിയാണ് ജിതിൻ, അതുപോലെ തന്നെ അഖിലാകട്ടെ തിരുവള്ളയൂർ യൂണിറ്റ് സെക്രട്ടറിയാണ്. ഈ 2 പേരും സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ഈ ക്രൂരമായ ആക്രമണത്തിന് വിധേയരായത്. ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് RSS പ്രവർത്തകരായ അഖിൽ, സജിത്ത്, അനീഷ്, അതുൽ, വിവേക്, വിഷ്ണു, ഷരുൺ എന്നീ RSS പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഇവരെല്ലാം തന്നെ മൂന്നക്കൽ സ്വദേശികളാണ്, ചാവക്കാട് മൂന്നക്കൽ സ്വദേശികളാണ് ഈ പ്രവർത്തകരെല്ലാം തന്നെ. ഇവർ നിരന്തരം ഈ പ്രദേശത്ത് DYFI പ്രവർത്തകർ, അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പ്രവർത്തകരെല്ലാം തന്നെ. ഇവരെല്ലാം തന്നെ കഞ്ചാവ് അടക്കമുള്ള ലഹരി ഉപയോഗിക്കുന്നവരും ഇത്തരം ലഹരി മാറ്റാ സംഘത്തെ സഹായിക്കുന്നവരുമാണ്. ഇത്തരം പ്രശ്നങ്ങൾ DYFI ഇടപെടുന്നതും ഇവരെ ഈ പ്രദേശത്ത് ലഹരിയുടെ ഉപയോഗം തടയുന്നതിനുള്ള DYFI എടുത്ത പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ഇവരെ പ്രകോപിപ്പിച്ചത്. ഇതിന്റെ എല്ലാം ഭാഗമാണ് ഇപ്പോൾ ഈ അക്രമം ഉണ്ടായി. എന്തായാലും ഏറെ സമാധാനപരമായ പ്രദേശത്ത് ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ RSS സംഘം അഴിഞ്ഞാടുകയായിരുന്നു. 2 പേരെ കൊലപ്പെടാൻ ശ്രമിച്ചിരിക്കുന്നു. 2 പേര് ഇപ്പോൾ ആശുപത്രി ചികിത്സയിൽ കഴിയാനാണ്. വ്യക്തമാണ്. അഭിറാമാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഒട്ടും ശുഭകരമല്ലാത്ത ചില വാർത്തകൾ. തൃശ്ശൂരിൽ DYFI പ്രവർത്തകർ RSSകാർ ഒരു സംഘർഷ സാധ്യതയുമില്ലാതെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായ വാർത്തയുടെ വിശദാംശങ്ങളാണ് അഭിറാം നൽകിയത്.
മലപ്പുറം തവനൂർ വൃദ്ധസദനത്തിൽ കൂട്ടമരണം 2 ദിവസത്തിനിടെ മരിച്ചത് 4 പേർ. ഒരാൾ ഇന്നലെയും 3 പേർ ഇന്നുമാണ് മരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖം മൂലമാണ് മരണമെന്നും അസ്വാഭാവികതയില്ലെന്നും അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. സാമൂഹ്യനീതി ഓഫീസറിൽ നിന്ന് ജില്ലാ കളക്ടറും വിശദീകരണം തേടിയിട്ടുണ്ട്. മല്യ മോഡലിൽ ബാങ്കുകളെ പറ്റിച്ച് നാടുവിട്ട നിതിൻ സന്ദേശരയും കുടുംബവും നൈജീരിയയിലേക്ക് കടന്നതായി സൂചന. പണം തട്ടിച്ച് കടന്ന ഇയാൾ UAE-യിൽ കരുതൽ തടങ്കലിലാണെന്നായിരുന്നു കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. എന്നാൽ സന്ദേശര കുടുംബം മുഴുവൻ നൈജീരിയയിലേക്ക് കടന്നെന്നാണ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പുകാർ രാജ്യം കടക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുതിയ സംഭവം. വഡോദര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റെർലിംഗ് ബയോടെക് ഗ്രൂപ്പ് വിവിധ ബാങ്കുകളെ 5000 കോടി രൂപ പറ്റിച്ച കേസിൽ CBI-യും ആദായനികുതി വകുപ്പും തെരയുന്നയാളാണ് നിതിൻ സന്ദേശര. ഇയാളെ UAE-യിൽ കരുതൽ തടങ്കലിൽ വെച്ചതായാണ് കഴിഞ്ഞയാഴ്ച വാർത്തകൾ വന്നത്. എന്നാൽ സന്ദേശര നൈജീരിയയിലേക്ക് കടന്നെന്നാണ് ഒടുവിലെ വിവരം. നിതിൻ സന്ദേശര, സഹോദരൻ ചേതൻ സന്ദേശര, സഹോദര ഭാര്യ ദീപ്തിബെൻ സന്ദേശര എന്നിവർ നൈജീരിയയിലേക്ക് നാടുവിട്ടെന്നാണ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണോ ഇവർ നാടുവിട്ടതെന്ന് വ്യക്തമല്ല. നാടുകടന്നെന്ന് ഔദ്യോഗികമായി UAE വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ ഇവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് UAE-യെ സമീപിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. ഇന്റർപോളിനെ സമീപിച്ച് ഇവർക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് ഇറക്കാനും ഇന്ത്യ ആവശ്യപ്പെട്ടേക്കും. നൈജീരിയയിലേക്ക് കടന്നത് സത്യമാണെങ്കിൽ ഇവരെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനും ഇടയില്ല. ഇന്ത്യയും നൈജീരിയയും തമ്മിൽ പ്രതികളെ കൈമാറാനുള്ള കരാറിൽ ഏർപ്പെടാത്തതിനാലാണിത്. മല്യയ്ക്കും നീരവ് മോദിക്കും പിന്നാലെ ബാങ്കുകളെ പറ്റിച്ച് മറ്റൊരാൾ കൂടി സുരക്ഷിതമായി നാട് കടന്നിരിക്കുകയാണ്. രാജ്യം വിടുന്ന സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടി തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ പരാജയപ്പെടുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ സംഭവം. ന്യൂസ് ബ്യൂറോ, ദില്ലി. റഫേൽ വിവാദത്തിൽ ആടിയുലഞ്ഞ മോദി സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് മോദി വിഭാഗം. നരേന്ദ്രമോദിക്കെതിരെ അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന പുതിയ വാദവുമായി BJP അധ്യക്ഷൻ അമിത്ഷാ രംഗത്ത്. കോൺഗ്രസിനേക്കാൾ വലിയ കള്ളന്മാരാണ് BJP എന്ന് അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. ഫ്രഞ്ച് മുൻ പ്രസിഡന്റ് ഫ്രാൻസോ ഒലോന്തയുടെ വെളിപ്പെടുത്തൽ പ്രതിരോധിക്കാനാകാതെ കുഴയുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്, ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി എന്നിവർ വിവാദത്തിൽ വിശദീകരണങ്ങളുമായി എത്തിയെങ്കിലും പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഫ്രാൻസിലെ പ്രതിപക്ഷവുമായി ചേർന്നുള്ള ഗൂഢാലോചനയാണ് റാഫേൽ എന്ന ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ സിദ്ധാന്തത്തെ ട്വിറ്ററിലൂടെ പിന്തുണച്ചു എന്നതിനപ്പുറം റാഫേൽ വിവാദത്തിൽ മൗനത്തിലാണ് നിർമ്മല. പാകിസ്ഥാനും ഒരുമിച്ചുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് വിവാദത്തിന് പിന്നിലെന്ന് അമിത്ഷാ ട്വീറ്റ് ചെയ്തെങ്കിലും വിവാദത്തിൽ പ്രതികരിക്കാൻ അദ്ദേഹവും തയ്യാറായില്ല. RSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിൽ 2017 ഒക്ടോബർ 27 ഫ്രാൻസിന്റെ അന്നത്തെ പ്രതിരോധ മന്ത്രിയാണ് അനിൽ അംബാനിയുടെ റിലയൻസ് പ്രതിരോധ നിർമ്മാണ ഫാക്ടറിക്ക് തറക്കല്ലിട്ടത്. എന്നാൽ ഇതേ സ്ഥാപനം 2012 തന്നെ ഫ്രാൻസിലെ കമ്പനിയുമായി കരാറൊപ്പിട്ടെന്ന നിയമമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഏറെ പരിഹാസം ഏറ്റുവാങ്ങുകയാണ്. ഡിസംബറിൽ നടക്കേണ്ട രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണം ആരംഭിച്ച BJPക്ക് റാഫേൽ വിവാദവും തിരിച്ചടിയായി. പ്രചാരണ പരിപാടികളിൽ റാഫേലിനെ കുറിച്ച് വിശദീകരിക്കേണ്ട അവസ്ഥയിലാണ് നേതാക്കൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വിവാദം കെട്ടടങ്ങിയില്ലെങ്കിൽ ലോക്സഭാ പ്രചാരണത്തിലും റാഫേൽ വിവാദം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് BJP നേതാക്കൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. അതേസമയം റഫേൽ ഇടപാടിൽ നരേന്ദ്രമോദിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് VHP നേതാവ് പ്രവീൺ തൊഗാഡിയ. മോദി ഉൾപ്പെട്ട റഫേൽ കേസിൽ അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ എങ്ങനെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തൊഗാഡിയ. Company which was established before 1 week, how such company can get a contract? Second, former president of a branch has announced that Indian government has sent a single name of Mr. Ambani. We haven't any choice. My question is that why government is supporting a particular corporate house? It means there was a malafide intention. And third, why cost was increased? All three questions should be answered by Mr. Narendra Modi
because he is taking all decision. ത്തിന്റെ പ്രളയ ദുരന്ത ദുരിതാശ്വാസ നിധിയിലേക്ക് ജ്യോതി ലാബ് കുടുംബത്തിന്റെ സംഭാവനകൾ തുടരുന്നു. അസംസ്കൃത വസ്തുക്കളുടെ 44 സപ്ലയർമാരിൽ നിന്ന് സമാഹരിച്ച 23 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റുകൾ കമ്പനി CMD MP രാമചന്ദ്രൻ മന്ത്രി VS സുനിൽകുമാറിന് കൈമാറി. കൂടാതെ MP രാമചന്ദ്രൻ തന്റെ ശമ്പളത്തിൽ നിന്ന് 20 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് കൈമാറി. നേരത്തെ ജ്യോതി ലാബും ജീവനക്കാരും ചേർന്ന് 1,29 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു.